ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണ സംവിധാനം, ഭരണഘടനാ സ്ഥാപനങ്ങൾ പാർട്ട് 2 ആണ്. ഓക്കെ, മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ ആരാണ്? UPSC ആണ്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന UPSC. PSCയെ പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? പാർട്ട് 14 PSCയെ പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 14. ആർട്ടിക്കിൾസ് ഏതാ? അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 315 ടു 323, 315 ടു 323. 315 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. 315 എന്താണ്? ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ നിയമസ്ഥാപനമാണ്. ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമസ്ഥാപനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. PSCയുടെ അംഗങ്ങളുടെ നിയമനം ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 316 1. UPSC ഓർ JPSC പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് UPSC ഓർ ജോയിന്റ് PSC അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ്. SPSC സ്റ്റേറ്റ് PSC അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? ഗവർണർ ആണ്. ഗവർണർ. PSC അംഗങ്ങളുടെ കാലാവധി എത്ര? കാലാവധി അതിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 316 2. ആർട്ടിക്കിൾ 316 2. ഓക്കെ, UPSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം ഓർ 65 വയസ്സ്. SPSC ഓർ JPSC 6 വർഷം ഓർ 62 വയസ്സ്. 62 വയസ്സ്. ഓരോ പബ്ലിക് സർവീസ് കമ്മീഷന്റെയും അംഗങ്ങളിൽ കഴിയുന്നതും പകുതിയോളം പേർ കുറഞ്ഞത് 10 വർഷമെങ്കിലും ഭാരത സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിൽ സർക്കാർ ഉദ്യോഗം വഹിച്ചിട്ടുള്ളവർ ആയിരിക്കണം. 316 1. ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗമായിട്ടുള്ള ഒരാൾക്ക് തന്റെ ഔദ്യോഗിക കാലാവധിയുടെ അവസാനം ആ ഉദ്യോഗത്തിലേക്ക് വീണ്ടും നിയമിക്കപ്പെടാൻ അർഹതയില്ല. 316 3. PSC അംഗങ്ങളുടെ രാജി സമർപ്പിക്കൽ ആർട്ടിക്കിൾ 316 2A. ഓക്കെ, UPSC ഓർ JPSC അംഗങ്ങളുടെ രാജി സമർപ്പിക്കൽ ആർക്കാണ്? പ്രസിഡന്റിനാണ്. SPSC സ്റ്റേറ്റ് PSC അംഗങ്ങളുടെ രാജി സമർപ്പിക്കൽ ഗവർണർക്കാണ്. ഓക്കെ, PSC അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെ പറ്റി റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരം ഓർ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 318. UPSC ഓർ JPSC ആ അധികാരം ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റിന് റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരം. ഓക്കെ, SPSC റെഗുലേഷൻസ് ഉണ്ടാക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ നീക്കം ചെയ്യലും റിമൂവൽ ആൻഡ് സസ്പെൻഷനും ആർട്ടിക്കിൾ 317. UPSC ഓർ JPSC സ്റ്റേറ്റ് PSC. ഓക്കെ, നീക്കം ചെയ്യൽ ആർട്ടിക്കിൾ 317 1. നീക്കം ചെയ്യല് UPSC ഓർ JPSCന്റെ കേസിൽ പ്രസിഡന്റിനാണ്. സ്റ്റേറ്റ് PSCന്റെ കേസിലും പ്രസിഡന്റിനാണ്. സസ്പെൻഷൻ UPSC ഓർ JPSC പ്രസിഡന്റ്, സ്റ്റേറ്റ് PSCയുടെ ഗവർണർ. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നീക്കം ചെയ്യലും സസ്പെൻഷനും പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 317. പബ്ലിക് സർവീസ് കമ്മീഷൻ നീക്കം ചെയ്യലും റിമൂവൽ 1. മോശം പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ 317 1. രാഷ്ട്രപതി വിഷയം റഫർ ചെയ്തതിന് ശേഷം ആർട്ടിക്കിൾ 145 നിർദ്ദേശിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് സുപ്രീം കോടതി അന്വേഷണം നടത്തി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് നടപടി സ്വീകരിക്കാം. പാപ്പരാവുകയോ മാനസിക ശാരീരിക ദൗർബല്യം ഉണ്ടാവുകയോ ഔദ്യോഗിക കാലാവധിയിൽ വേതനം പറ്റുന്ന മറ്റ് ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്താൽ പ്രസിഡന്റിന് നേരിട്ട് നീക്കം ചെയ്യാം. 317 3. PSCയുടെ ചുമതലകൾ ആർട്ടിക്കിൾ 320. സിവിൽ സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് വകുപ്പ് മേധാവിയുടെ ആവശ്യപ്രകാരം ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നു. 320 1. നിയമനം നടത്തുന്നത് ഗവൺമെന്റ് ആണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് റഫർ ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റിന് ഉപദേശം നൽകുന്നു. 320 3. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെലവുകൾ. സഞ്ചിത നിധി കൺസോളിഡേറ്റഡ് ഫണ്ട്. സഞ്ചിത നിധിയിൽ നിന്ന് ആർട്ടിക്കിൾ 322. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെലവുകൾ എവിടുന്നാണ് എടുക്കുന്നത്? സഞ്ചിത നിധി, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന്. ആർട്ടിക്കിൾ 322. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ 315 1. അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഗവൺമെന്റിന് നിശ്ചയിക്കുക. നിയമനം ഗവർണർക്കാണ് ഗവർണർ. ഓക്കെ, KPSC ആർട്ടിക്കിൾ 316 1. UPSC ഓർ JPSC പ്രസിഡന്റ്. കാലാവധി 6 വർഷം ഓർ 62 വയസ്സ്. ആർട്ടിക്കിൾ 316 2. UPSC 6 വർഷം ഓർ 65 വയസ്സ്. HQ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? പട്ടം തിരുവനന്തപുരത്താണ്. റീജിയണൽ ഓഫീസ് 3 ഉള്ളത്: കൊല്ലം, എറണാകുളം, കോഴിക്കോട്. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ്
തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരം. പ്രസിദ്ധീകരണം PSC ബുള്ളറ്റിന്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. നിലവില് ഡോക്ടർ MR ബൈജു. ആദ്യ ചെയർമാൻ ആരാണ് കേരള PSCയുടെ? വേലായുധൻ VK ആണ്. വേലായുധൻ VK. തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണർ ആരാണ്? GD നോക്കസ് ആണ്. GD നോക്കസ്. തിരുവിതാംകൂർ കൊച്ചിൻ PSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? കുഞ്ഞിരാമൻ C ആണ്. കുഞ്ഞിരാമൻ C. സെക്രട്ടറി ആരാണ്? സാജു ജോർജ് ആണ്. സജു ജോർജ്. സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറി സജു ജോർജ് ആണ്. KPSCയുടെ മുഖ്യ കാര്യനിർവഹണ ഓഫീസർ ആരാണ്? സെക്രട്ടറി ആണ്. സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറി ആരാണ്? സജു ജോർജ്. ഓക്കെ. കേരള PSC ചരിത്രം. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 1936 ആണ്. 1936. കേരളത്തിൽ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭം 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായി. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്, TM വർഗീസ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ്, TM വർഗീസ് എന്നിവർ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. C കേശവൻ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവൻ. ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 പാർട്ട് 12 ഭരണഘടനാ സ്ഥാപനം. ഓക്കെ. ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 200. ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 പാർട്ട് 12 പാർട്ട് 12 ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനോ ആർട്ടിക്കിൾ 243(1) പാർട്ട് 9 ആണ്. പാർട്ട് 9. 243(y) പാർട്ട് 9A. കോസി ജുഡീഷ്യൽ ബോഡിയാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഓക്കെ. ധനകാര്യ കമ്മീഷനെ ക്വാസി ജുഡീഷ്യൽ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? ധനകാര്യ കമ്മീഷന് താഴെ പറയുന്ന പ്രവർത്തനങ്ങളുടെ നിർവഹണത്തിൽ 1908 സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരമുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ട്. 1. സാക്ഷികളെ നിർബന്ധപൂർവം വിളിച്ചു വരുത്താനുള്ള അധികാരം. 2. ആവശ്യമായ ഏത് രേഖയും വിളിച്ചു വരുത്താനുള്ള നീതിന്യായ അധികാരം. 3. ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പൊതുരേഖകൾ ആവശ്യപ്പെടാനുള്ള അധികാരം. ഓക്കെ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചുമതലകള്. സംസ്ഥാനത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ട നികുതി, ടോള്, മറ്റു വിവിധ ഇന ഫീസുകൾ തുടങ്ങിയവയുടെ വിഹിതം സംബന്ധിച്ച് ശുപാർശ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി, ടോള്, മറ്റ് ഫീസുകൾ തുടങ്ങിയ നിർണയം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചുമതലകൾ. സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും നൽകേണ്ട ഗ്രാന്റുകൾ തുടങ്ങിയവ സംബന്ധിച്ചും മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ശുപാർശകൾ നൽകുന്നു. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 243(I) പാർട്ട് 9, 243(Y) പാർട്ട് 9A 1994 ഏപ്രിൽ. അംഗസംഖ്യ 3. ചെയർമാൻ ഉൾപ്പെടെ 3 ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അംഗസംഖ്യ 3. ചെയർമാൻ ഉൾപ്പെടെയാണ്. കാലാവധി ഗവർണർ നിശ്ചയിക്കും. നിയമിക്കുന്നത് ആരാണ്? ഗവർണർ തന്നെയാണ്. പുനർനിയമനത്തിന് അർഹത. സംസ്ഥാനത്തെ നിലവിലെ ധനകാര്യ കമ്മീഷൻ 6ാം ധനകാര്യ കമ്മീഷനാണ്. സംസ്ഥാനത്തെ നിലവിലെ ധനകാര്യ കമ്മീഷൻ എത്രയാണ്? 6ാം ധനകാര്യ കമ്മീഷനാണ്. ചെയർമാൻ ആരാണ്? ശ്രീ SM വിജയാനന്ദ് ആണ്. SM വിജയാനന്ദ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. നോക്കാം. SM വിജയാനന്ദ്. റിട്ടയർഡ് ആയിട്ടുള്ള IAS ഓഫീസറാണ്. SM വിജയാനന്ദ്. ഓക്കെ. 1ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ PM എബ്രഹാം ആണ്. 1ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ PM എബ്രഹാം. ഓക്കെ. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം 280 പാർട്ട് 12 ആണ്.
കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾ 280 പാർട്ട് 12. ദി ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1951. ദി ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ വാസ് സെറ്റപ്പ് ഇൻ 1951. ചെയർമാന് 3 അംഗങ്ങളാണ്, ഒരു പാർട്ട് ടൈം അംഗമുണ്ട്. നീതി ആയോഗിലെ അംഗം പാർട്ട് ടൈം അംഗമാണ്, നീതി ആയോഗിലെ അംഗമാണ് പാർട്ട് ടൈം അംഗമായിട്ട് വരുന്നത്. ചെയർമാൻ ഓഫ് 15th ഫൈനാൻസ് കമ്മീഷൻ ആരാണ്? NK സിംഗ് ആണ്, നന്ദകിഷോർ സിംഗ് ആണ്. NK സിംഗ്, നന്ദകിഷോർ സിംഗ്. ചെയർമാൻ ഓഫ് 15th ഫൈനാൻസ് കമ്മീഷൻ NK സിംഗ്, നന്ദകിഷോർ സിംഗ്. ഓക്കെ. കേരളത്തിലെ 6ാം ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ. കേന്ദ്രത്തിലെ 15ാം ധനകാര്യ കമ്മീഷൻ. ഇപ്പോഴത്തെ ചെയർമാൻ NK സിംഗ്, നന്ദകിഷോർ സിംഗ്. ഓക്കെ. 1ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? KC നിയോഗിയാണ്. KC നിയോഗി. 1ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷന് KC നിയോഗിയാണ്. ഓക്കെ. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി ആരാണ്? VP മേനോൻ ആണ്. VP മേനോൻ 1ാം ധനകാര്യ കമ്മീഷനാണ്. 1ാം ധനകാര്യ കമ്മീഷൻ. ഇതാണ് ശ്രീ SM വിജയാനന്ദ്, ഇപ്പോഴത്തെ ചെയർമാൻ ഓഫ് 15th ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, സോറി, സംസ്ഥാനത്തെ നിലവിലെ ധനകാര്യ കമ്മീഷണർ, ചെയർമാൻ SM വിജയാനന്ദ്. ഓക്കെ. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാന് ആരാണ്? SM വിജയാനന്ദ് ആണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് SM വിജയാനന്ദ്. ഭരണഘടനാ പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഘടനയും അംഗങ്ങളായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയും അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതിയും സംബന്ധിച്ച് വ്യവസ്ഥ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് 243(i)(2). ഭരണഘടന പ്രകാരം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഘടനയും അംഗങ്ങളായി നിയമിക്കപ്പെടാനുള്ള യോഗ്യതയും അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതിയും സംബന്ധിച്ച് വ്യവസ്ഥ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് 243(i)(2). ഇക്കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്ന കേരള നിയമസഭ പാസാക്കിയ ആക്ടുകൾ ഏതാണ്? ഒന്ന്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 സെക്ഷൻ 186. രണ്ടാമത്തത് കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് 1994 സെക്ഷൻ 205, 206. ഓക്കെ. ജില്ലാ ആസൂത്രണ കമ്മിറ്റി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. ഓക്കെ. 243 ആർട്ടിക്കിൾ 243ZD ജില്ലാ ആസൂത്രണ കമ്മിറ്റി, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി. ഓക്കെ. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. മെമ്പർ സെക്രട്ടറി ആരാണ്? ജില്ലാ കളക്ടറാണ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 15 ആണ്. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 15 അംഗങ്ങൾ. താഴെ പറയുന്ന ഏത് അധികാരികളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയിലാണ് പാർലമെന്റിന് പങ്കുവഹിക്കാൻ ഇല്ലാത്തത്? ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി, പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ? കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സിവിൽ സർവീസിലേക്കുള്ള നിയമനം നടത്തുന്നു. ശരിയല്ലേ? ചെയർമാനെയോ മറ്റേതെങ്കിലും അംഗത്തെയോ ദുർവൃത്തി കാരണം കണക്കാക്കി ഹൈക്കോടതിയുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഗവർണർക്ക് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. ഗവർണർക്ക്. ഒന്ന് ശരിയാണ്, 2 തെറ്റാണ്. A ആണ് ഉത്തരം. ഓക്കെ. താഴെ പറയുന്നതിൽ ഏതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അനുച്ഛേദം 243(i)യും അതുപോലെ വൈയും അല്ലേ? 243(y) അല്ലേ? നോക്കാം. സംസ്ഥാന 243(i)യും പാർട്ട് 9, 243(y) പാർട്ട് 9A. ഓക്കെ. 1994 ഏപ്രിൽ. ഓക്കെ. അപ്പോ 1ഉം 2ഉം ആണ്. 1ഉം 2ഉം B ആണ് ഉത്തരം. ഓക്കെ. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 6ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനായി ശ്രീ SM വിജയാനന്ദ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ്. ശരിയാണ്. സംസ്ഥാനത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ട നികുതി, ടോള്, മറ്റ് വിവിധ ഇനം ഫീസുകൾ തുടങ്ങിയവയുടെ വിഹിതം സംബന്ധിച്ച ശുപാർശ നൽകുന്നു. 2 ശരിയാണോ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഓക്കെ. ചുമതലകൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്തിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും നൽകേണ്ട ഗ്രാന്റുകൾ തുടങ്ങിയ
സംബന്ധിച്ച് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും ശുപാർശകൾ നൽകുന്നു. ഈ രണ്ടെണ്ണല്ലേ ഉള്ളൂ. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചുമതലകൾ. ഓക്കെ. സംസ്ഥാനത്തിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ട നികുതി, ടോള്, മറ്റ് വിവിധ ഇനം ഫീസുകൾ തുടങ്ങിയവയുടെ വിഹിതം സംബന്ധിച്ച ശുപാർശ നൽകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി, ടോള്, മറ്റ് ഫീസുകൾ തുടങ്ങിയ നിർണയം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഓക്കെ, അപ്പൊ രണ്ടും ശരിയാണ് അല്ലേ? സംസ്ഥാനത്തിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ട നികുതി, ടോള്, മറ്റ് വിവിധ ഇനം ഫീസുകൾ തുടങ്ങിയവയുടെ വിഹിതം സംബന്ധിച്ച് ശുപാർശ നൽകുന്നു. രണ്ട് ശരിയാണ്, ഒന്നും ശരിയാണ്. അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ഗവർണർക്ക് ശുപാർശ സമർപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന പ്ലാനിംഗ് കമ്മീഷൻ, ജില്ലാ ആസൂത്രണ സമിതി, ഇവ ഒന്നുമല്ല. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ അല്ലേ? യെസ്, സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. കേരളത്തിലെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. സെക്രട്ടറി ജില്ലാ കളക്ടറാണ്. ഓക്കെ അല്ലേ? മെമ്പർ സെക്രട്ടറി ജില്ലാ കളക്ടർ. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. കേരളത്തിലെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം 15 ആണ്. 15. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.